ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കാണ് ആർഗൻ പ്ലെയിൻ ആൻഡ് പോളാർ റെപ്രസെന്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ആർഗൻ പ്ലെയിൻ ഒരു കോംപ്ലക്സ് നമ്പറിനെ ഫിക്സ് ചെയ്യുന്ന പ്ലെയിനെ വിളിക്കുന്ന പേരാണ് ആർഗൻ പ്ലെയിൻ. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആർഗൻ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ എന്താണ് ആർഗൻ പ്ലെയിൻ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ പറയുന്നത് ദ പ്ലെയിൻ ഹാവിംഗ് എ കോംപ്ലക്സ് നമ്പർ അസൈൻ ടു ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിന്റ്. അസൈൻ ചെയ്യുന്ന ഈച്ച് പോയിന്റുകൾ അസൈൻ ചെയ്യുന്ന പ്ലെയിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് പ്ലെയിൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. ചുമ്മാ അതിനൊരു എക്സ് വൈ പ്ലെയിൻ, നമ്മളിപ്പോ എക്സ് ആക്സിസും വൈ ആക്സിസും എഴുതുന്ന ഒരു പ്ലെയിൻ അല്ലേ, അപ്പൊ അതിന്റെ പ്ലെയിന്റെ പേരാണ് കോംപ്ലക്സ് പ്ലെയിൻ അഥവാ ആർഗൻ പ്ലെയിൻ. അല്ല എങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പേര് വിളിക്കാം? ഗോസിയൻ പ്ലെയിൻ എന്നൊക്കെ വിളിക്കാം. ഗോസിയൻ, ഇതിനെ നമുക്ക് എന്ത് പേര് വിളിക്കാം? ഗോസിയൻ പ്ലെയിൻ. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ചുമ്മാ അതിന്റെ പേരുകൾ വിളിക്കാം. ഇനി എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പറിനെ ഇതിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യണമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ പ്ലെയിൻ ഞാൻ പറയാം. ആ പ്ലെയിൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഞാൻ എന്ത് ചെയ്തു? ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഡിസ്കസ് ചെയ്യണം. റൈറ്റ്, ഞാൻ എഴുതി എക്സ് നെഗറ്റീവും വൈ നെഗറ്റീവ്. ഇവിടെ ഒറിജിൻ, ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗോസിയൻ അല്ലെങ്കിൽ ആർഗൻ പ്ലെയിൻ എന്നൊക്കെയാണ് വിളിക്കുക. ഇതില് ഈ എക്സ് ആക്സിസ് അപ്പൊ ഞാൻ എഴുതുകയാണ് ലെറ്റ് എ കോംപ്ലക്സ് നമ്പർ. ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിന്റെ മോഡൽ എങ്ങനെയാണ് ഉണ്ടാവുക? ആ കോംപ്ലക്സ് നമ്പറിന്റെ മോഡൽ എങ്ങനെയാണ്? ആ കോംപ്ലക്സ് നമ്പറിന്റെ മോഡൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എക്സ് പ്ലസ് ഐ വൈ എന്നാണെങ്കിൽ കോംപ്ലക്സ് നമ്പറിന്റെ മോഡൽ എക്സ് പ്ലസ് ഐ വൈ എന്ന മോഡലാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ എ പോയിന്റ്. ഇത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ആ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ആണ് എക്സ് വൈ എന്ന് പറയാം. കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ആണ് എക്സ് വൈ എന്ന് കൂടി പറയാം. ഇതിൽ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുന്നുണ്ടല്ലോ. ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലക്സ് നമ്പറിന്റെ ആരാണ്? റിയൽ പാർട്ടാണ്. കോംപ്ലക്സ് നമ്പറിന്റെ ആരാണ്? റിയൽ പാർട്ടാണ്. അതുകൊണ്ട് എക്സ് ആക്സിസിനെ നമുക്ക് എന്ത് പേര് വിളിക്കാം? റിയൽ ആക്സിസ് എന്ന് വിളിക്കാം. എന്ത് പേര് വിളിക്കാം? റിയൽ ആക്സിസ് എന്ന് പേര് വിളിക്കാം. റെഡി? അങ്ങനെയാണെങ്കിൽ വൈ ആക്സിസിനെ നമ്മൾ ഇവിടെ കോംപ്ലക്സ് പ്ലെയിൻ ആയി കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വിളിക്കുന്ന പേരാണ് ഇമാജിനറി ആക്സിസ്. അവിടെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇമാജിനറി ആക്സിസ് എന്നാണ് വിളിക്കുക. റെഡിയാണെന്ന് വിചാരിക്കണം കേട്ടോ. ഇത്ര കാര്യങ്ങളാണ്. ഇവിടെ ഒറിജിൻ ഉണ്ട്. ഇവിടെ നമുക്ക് രണ്ട് ഗ്രാഫുകളും വന്ന് കൂട്ടിമുട്ടുന്ന ഭാഗത്ത് ഒരു ഒറിജിൻ ഉണ്ട്. ആ ഒറിജിനെ ആർഗൺ പ്ലെയിനിൽ വിളിക്കുന്ന പേരാണ് പോൾ. വിളിക്കുന്ന പേരെന്താണ്? പോൾ. ആർഗൺ പ്ലെയിനിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സ് വൈ പ്ലെയിനെ നമ്മൾ കോംപ്ലക്സ് നമ്പർ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പേരെന്തായി മാറുകയാണ്? ആർഗൺ പ്ലെയിൻ അഥവാ കോംപ്ലക്സ് പ്ലെയിൻ അഥവാ ഗോസിയൻ പ്ലെയിൻ എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഇവിടെ എക്സ് ആക്സിസിനെ വിളിക്കുന്ന പേര് റിയൽ ആക്സിസ് ആൻഡ് വൈ ആക്സിസിനെ വിളിക്കുന്ന പേര് ഇമാജിനറി ആക്സിസ് എന്നുള്ളതാണ്. ഓക്കെ, ഇത്ര സിമ്പിളാണ്. അതിന്റെ ഒറിജിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒറിജിൻ തന്നെയാണ് വിളിക്കല്. മറിച്ച് കോംപ്ലക്സ് പ്ലെയിൻ ആയപ്പോൾ മാത്രമായി നമ്മൾ എന്ത് പേര് വിളിക്കുകയാണ്? പോൾ എന്നുള്ള പേരാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ട്? ഒരു പോയിന്റിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ആ പോയിന്റ് ആരാണ്? എക്സ് പ്ലസ് ഐ വൈ എന്ന പോയിന്റ് ആണ്. അപ്പൊ ആ പോയിന്റിന് ഞാൻ ചുമ്മാ ഒന്ന് പ്ലോട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ പോസിറ്റീവ്, ഇവിടെയും പോസിറ്റീവ്. ആ പോയിന്റ് ഇവിടെ ഉണ്ടാവും. എക്സ് വൈ എന്നുള്ള ഒരു പോയിന്റ്, ഇതാണ് ശരിക്കും ആ പോയിന്റ് കേട്ടോ. എക്സ് വൈ എന്നുള്ള പോയിന്റ് ശരിക്കും ഇയാളാണ്. ഈ പോയിന്റ് ഒറിജിനുമായിട്ട് ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ്, ഈ പോയിന്റ് ഒറിജിനുമായിട്ട് ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് നിങ്ങളൊന്ന് പറഞ്ഞേ. ഡിസ്റ്റൻസ് നമ്മൾ ഫസ്റ്റ് ബേസിക് കൺസെപ്റ്റിൽ പറഞ്ഞു. ഒരു പോയിന്റ് ഒറിജിനുമായിട്ട്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഗോസിയൻ പ്ലെയിൻ ആയതുകൊണ്ട് ഈ പോളും ഈ കോംപ്ലക്സ് നമ്പറും തമ്മിലുള്ള ആ കോംപ്ലക്സ് നമ്പറിനെയാണ് എക്സ് വൈ എന്ന് ഡിനോട്ട് ചെയ്തത്. ഈ പോളും
കോംപ്ലക്സ് നമ്പറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? അത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? ഒരു കോംപ്ലക്സ് നമ്പറിന്റെ എന്താണ് അത് ശരിക്ക്? യെസ്, മോഡുലസ് ആണ്. അതാരാണ് ശരിക്ക്? കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് കാണാനുള്ള ഒരു ഇക്വേഷനും കൂടിയാണ് ആരെ? ഈ ഡിസ്റ്റൻസ് ഫ്രം ദ പോൾ എന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് പോളിൽ നിന്നും ഈ കോംപ്ലക്സ് നമ്പറിനെ ഞാൻ ചുമ്മാ ഒരു പി എന്ന് അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഈ കോംപ്ലക്സ് പോയിന്റ് ആയ എക്സ് വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മോഡ് സെഡ് എന്ന് പറഞ്ഞൂടെ? കൺഫ്യൂഷൻ വരുന്നുണ്ടോ? വെരി സിമ്പിൾ, മോഡ് സെഡ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് അടുത്തൊരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ്. ശ്രദ്ധിക്കുക, ഞാൻ ഡിസ്കസ് ചെയ്തു. ഇതാണ് നമ്മളുടെ കോംപ്ലക്സ് നമ്പർ. നമ്മുടെ കോംപ്ലക്സ് നമ്പർ ആണ് ഇത് എക്സ് പ്ലസ് ഐ വൈ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇതിന്റെ സെഡ് ബാർ എന്ന് പറഞ്ഞേ, ഈ എക്സ് പ്ലസ് ഐയുടെ സെഡ് ബാർ എന്ന് പറഞ്ഞാൽ ആരാ? എക്സ് പ്ലസ് ഐ വൈന്റെ സെഡ് ബാർ. തിരിച്ചു പറ, കോൺജുഗേറ്റ്. സെഡ് ബാറിനെ നമ്മൾ വിളിച്ചതാണ് കോൺജുഗേറ്റ് എന്നല്ലേ വിളിച്ച്? സെഡ് ബാർ ഈക്വൽ ടു കോൺജുഗേറ്റ്. റെഡി? അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് ഐ വൈ എന്ന് വിളിക്കാം. സെഡ് ബാർ എക്സ് മൈനസ് ഐ വൈ. ഈ പോയിന്റിനെ നമുക്ക് എക്സ് പ്ലസ് ഐ വൈനെ നമ്മൾ പ്ലോട്ട് ചെയ്തത് എക്സ് വൈ എന്ന പോയിന്റ് ആണെങ്കിൽ എക്സ് മൈനസ് ഐ വൈ നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാം? എക്സ് കോമ മൈനസ് വൈ എന്ന് പ്ലോട്ട് ചെയ്തൂടെ? അതാ എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ എക്സ് വൈ, അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് ഐ വൈ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് കോമ മൈനസ് വൈ എന്ന് പ്ലോട്ട് ചെയ്യാം. ഈ പോയിന്റ് ശരിക്കും എവിടെ ഉണ്ടാവുക? എക്സ് ഇവിടെ, മൈനസ് വൈ ശരിക്കും ഇത് ഇവിടെ എങ്ങനെ ഉണ്ടാവും? ഇതിന്റെ നേരെ താഴെ ആയിട്ടാണ് ഉണ്ടാവുക. ഇതിന്റെ നേരെ താഴെ ഇതേ ആംഗിള് താഴേക്ക്. ഇവിടെ ഒരു ആംഗിളിനെ ഞാൻ ചുമ്മാ കൺസിഡർ ചെയ്യാണ് തീറ്റ. അവിടുന്ന് നേരെ താഴേക്ക് ഒരു തീറ്റ ഉണ്ടാവും, അതിങ്ങനെ മൈനസ് തീറ്റ ആയിട്ടാണ് ഉണ്ടാവുക. കാരണം ഇങ്ങനെ ഇങ്ങോട്ട് കറങ്ങിയതുകൊണ്ട് മൈനസ് എന്ന് എഴുതിയാൽ മതി കേട്ടോ, താഴേക്ക് ആയതുകൊണ്ട് മൈനസ് തീറ്റ. അപ്പൊ ഈ പോയിന്റ് ശരിക്കും എക്സ് കോമ മൈനസ് വൈ ആണ്. ഇതിനെ ഒരു മിററായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു കൺസെപ്റ്റ് മാത്രമാണ്. എക്സ് ആക്സിസ് ഒരു മിറർ ആണെങ്കിൽ ഈ എക്സ് പിയുടെ ഇമേജ് ആണ് ശരിക്ക് പി ഡാഷ് എന്ന് പറയുന്നത്. അതിന്റെ ഇമേജ് ആണ് ആര്? പി ഡാഷ്. ഞാൻ ഒരു നമ്പർ എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് പറയാണ് ദ ഇമേജ് ഓഫ് സെഡ്. സെഡിന്റെ ഇമേജ് ആണ് ആര്? സെഡ് ബാർ എന്ന് പറയാം. അണ്ടർ എക്സ് ആക്സിസ്. അണ്ടർ എക്സ് ആക്സിസ് മീൻസ് റിയൽ ആക്സിസ്. ഞാൻ എഴുതുകയാണ് സെഡ് ഇസ് ഈക്വൽ ടു 3 + 4i. ഇത് എവിടെ ഉണ്ടാവുക നമുക്ക് നോക്കാം. 0 പോള് 1 2 3 4 -1 -2 -3 -4 1 2 3 4. ഇവിടെ ഒന്നും നമ്പർ ഇല്ല എന്നല്ല കേട്ടോ. ഇവിടെ ഞാൻ നമ്പർ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ നമ്പർ എഴുതാണ്ടിരിക്കുകയാണ് ഇവിടെ. ഈ 3 4 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? 3 + 4i നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യടാ? 3 4 എന്ന് ഡിനോട്ട് ചെയ്തൂടെ? അപ്പൊ ഇവിടെ എവിടെ ഉണ്ടാവുക? അത് ഒന്ന് പറഞ്ഞേ. ഇവിടുന്ന് 3 ഇവിടെ അറ്റം 4, ഈ പോയിന്റ് ഇവിടെ വന്ന് നിൽക്കും, ഏകദേശം ഇവിടെ ആയിട്ട് വരും അല്ലെ? 3 4 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കണ്ടു. ഇനി ഇതിന്റെ സെഡ് ബാർ പറ. ഇതിന്റെ സെഡ് ബാർ എന്ന് പറഞ്ഞേ 3 - 4i implies that 3, ഇവിടെ എന്തായി? -4 ആണ്. ബുദ്ധിമുട്ടുണ്ടോ? പുതിയൊരു കൺസെപ്റ്റ് ആണ്. ഈ പോയിന്റ് ഒന്ന് ഇവിടെ പ്ലോട്ട് ചെയ്തേ. 3 ഇവിടെ ഉണ്ടാവും, -4 നേരെ താഴെ ഇവിടെ വന്നു. 3 - 4 റെഡി. 3, -4. ഇനി ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ വരച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 3 ഇങ്ങനെ വന്ന് ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യും. അപ്പോൾ ഇത് ആരായി? ഇതിൻ്റെ അതേ ലെങ്ത്തിൽ ഇവിടെ ഒരു തീറ്റ ആംഗിൾ കൺസിഡർ ചെയ്യുക. അതേ ആംഗിൾ നേരെ താഴെ കണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ടാവും അല്ലേ? റിഫ്ലക്റ്റ് ചെയ്ത് പോയി. അപ്പോൾ ഇതിൻ്റെ ഇമേജ് അണ്ടർ ദ സിറ്റുവേഷൻ. റൈറ്റ്. വൺ മോർ എക്സാമ്പിളും കൂടി ചെയ്യും. ഇഫ് z is equal to -3 - 1i, ഇത് നമുക്ക് പ്ലോട്ട് ചെയ്യണം. പ്ലോട്ട് ദ കോംപ്ലക്സ് നമ്പർ. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? പ്ലോട്ട് ചെയ്യണം. അപ്പൊ എങ്ങനെ ഉണ്ടാവുക? 1 2
3 -1 -2 -3 1 2 -1 -2 -3. മക്കളെ പറയടാ ഇതെന്തായി മാറി? വരട്ടെ, ആൻസർ വരട്ടെ കേട്ടോ. -3 പ്ലോട്ട് -1 -3 -1. അപ്പോൾ ഇവിടെ -3 -1 ഇവിടെ ഏകദേശം ഇത് ഇവിടെ എങ്ങനെ ഉണ്ടാവും? ആ പോയിന്റ് -3 -1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ പ്ലോട്ട് ചെയ്യൽ മനസ്സിലായല്ലോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ കഴിയും. ഒരു കോംപ്ലക്സ് നമ്പറിനെ വളരെ ഈസി ആയ രീതിയിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോളാർ റെപ്രസെന്റേഷൻ. ഒരു കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് പോളാർ റെപ്രസെന്റേഷൻ അഥവാ ട്രിഗണോമെട്രിക്കൽ റെപ്രസെന്റേഷൻ, സൈനും കോസൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ഒരു കൺസെപ്റ്റ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്കൊന്ന് ഡെലിവർ ചെയ്യാണ്, ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ക്വാഡ്രന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്സ് ആക്സിസും വൈ ആക്സിസും ആകുമ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ഓൾസോ, ഫോർത്ത് ക്വാഡ്രന്റ്. ഒരു പ്ലെയിനിനെ 4 പാർട്ടാക്കി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഓരോ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇതാരായി തേർഡ് ക്വാഡ്രന്റ്, ഇതാരായി മാറി ഫോർത്ത് ക്വാഡ്രന്റായി മാറി. 4 ക്വാഡ്രന്റുകൾ, ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി 4 ക്വാഡ്രന്റിലും ഉണ്ടാവുന്ന വാല്യൂസ് ഈ ക്വാഡ്രന്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ എക്സ് പോസിറ്റീവാണ്, വൈയും പോസിറ്റീവ് ആട്ടോ. മൈനസ് എക്സ് ആക്സിസ് എക്സ്, മൈനസ് വൈ ആക്സിസ്. ഇതൊരു ബേസിക് കൺസെപ്റ്റാണ്. ഇത് നേരെ ഈ ഒരു പോയിന്റ് ഇവിടെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലോ അതിൻ്റെ ക്വാഡ്രന്റിന് ഉണ്ടാവുന്ന മാറ്റം, ഈ ക്വാഡ്രന്റ് വന്നപ്പോൾ എക്സ് മൈനസ് ആയി, വൈ എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്, മേലേക്ക് തന്നെ അല്ലേ. ഇനി ഇങ്ങോട്ട് വരുന്നത് താഴേക്ക് വരുമ്പോൾ വൈ നെഗറ്റീവ് ആവും, താഴെ എപ്പോഴും വൈ നെഗറ്റീവ് ആവും. എക്സ് ആരായി? ഇങ്ങോട്ടായതുകൊണ്ട് എക്സ് എന്ത് തന്നെയാണ്? മൈനസ് ആണ്. ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴെന്തായി? എക്സ് പോസിറ്റീവായി, വൈ മൈനസ് ആയി. നമുക്കൊരു ചോദ്യം അങ്ങനെ വെറുതെ എഴുതാം. ഐഡന്റിഫൈ ദ ക്വാഡ്രന്റ് ഓഫ് 3 - 4. 3 - 4 ഏത് ക്വാഡ്രന്റിലാണ്? പോയിന്റ് ഒന്ന് കണ്ടെത്തേണ്ട, ഏത് ക്വാഡ്രന്റിൽ നോക്കിയാൽ മതി. ഇവിടെ 3 - 4 ഇങ്ങനെ നോക്കുന്ന സമയത്ത് യെസ് 3 - 4 ഇത് ഏത് ക്വാഡ്രന്റിലാണ്? ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ക്വാഡ്രന്റിലാണ്? നിങ്ങളെ സ്വന്തമായിട്ടൊന്ന് പറ. -3 4 ഇതിൽ ഏത് മോഡലാണ് നിൽക്കുന്നത്? -3 4 ഈ മോഡലല്ലേ? യെസ്, ദീസ് ആർ സെക്കൻഡ് ക്വാഡ്രന്റ്. -3 -100 ഇത് ഏത് ക്വാഡ്രന്റിലാണ് ഉണ്ടാവുക? 2 മൈനസ് ആണ്, തേർഡ് ക്വാഡ്രന്റിലാണ്. ഓക്കെ, ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ആംഗിളുകൾ നമുക്ക് എന്ത് ചെയ്യണം? ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് ഒന്ന് റിലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രിഗ്നോമെട്രിക്കൽ മെഷർമെൻറ്റ് കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെ ഒരു സർക്കിൾ ഇങ്ങനെ കറങ്ങണമെന്ന് സങ്കല്പിക്കുക. ഒരു സർക്കിളിന് ആകെ സർക്കിൾ ഇവിടുന്ന് ഇപ്പോൾ ഒരാളിങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ ഇവിടെ എത്തിയ അയാൾ എത്ര മൂവ് ചെയ്തു? 2π മൂവ് ചെയ്തു നമുക്ക് പറയാം. കാരണം സർക്കിളിലെ സർക്കംഫറൻസ് 2π അല്ലേ, 2π മൂവ് ചെയ്തു. അപ്പം ഇതിന് ഞാൻ 0 ആംഗിള് 0 ഡിഗ്രി ആയിട്ട് ഈ ആക്സിസിന് കൊടുത്താൽ ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. അപ്പം ഇത് എത്ര ഉണ്ടാവുക? ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 ഡിഗ്രി അല്ലടാ. ഇത് എത്ര ഉണ്ടാവുക? 180 ഡിഗ്രി. ഇത് എത്രയായി? 3 times 180, അതായത് എത്ര ഡിഗ്രിയാ? 270 ഡിഗ്രി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരാൾ ഫുള്ള് ഇങ്ങനെ കറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അയാൾ എത്ര ഡിഗ്രി കറങ്ങി? 360 ഡിഗ്രി കറങ്ങി. അത് ആർക്ക് ഈക്വലാന്ന് നമുക്ക് പറയാം? 2π ഈക്വലാന്ന് പറയാം. അപ്പം ഞാൻ എഴുതുകയാണ് 2π എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ പകുതിയാണ് 180 ഡിഗ്രി, 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ നേർ പകുതിയാണ് 180 ഡിഗ്രി, നേർ പകുതിയാണ് 180 ഡിഗ്രി. അപ്പം എങ്ങനെ ഉണ്ടാവുക? പൈ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നേർ പകുതിയാണ് 90 ഡിഗ്രി. അപ്പോൾ അതെന്തായി? π/2 ആയി. ഇങ്ങനെ പകുതിയാക്കുക. ഈ π/2 വീണ്ടും π/2 ആക്കി 45 ഡിഗ്രി ആക്കി. അപ്പോൾ ഇതിന് നമുക്ക് എന്താന്ന് പറയാം? π/4 ആണെന്ന് പറയാം. ഇതിന് ഇനി നമുക്ക് π/3 ഭാഗമാക്കി, അതായത് ഈ 180നെ 3 ഭാഗമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗം 60 ഡിഗ്രി കിട്ടും. ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾ 180 ഡിഗ്രി, സോറി 60 ഡിഗ്രി. അടുത്തതായിട്ട് ഇതിൽ ഈ 60ൽ എത്ര 30 ഉണ്ട്? 2 30. അപ്പോൾ ഈ π/3ന് വീണ്ടും പാർട്സ് ആക്കി കഴിഞ്ഞാൽ π/6 കിട്ടും.
ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണ്, നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. ഇതിൽ സർക്കിൾ വെച്ച് ഞാൻ ഈ മെഷറിനെ പറഞ്ഞതുകൊണ്ട് ഈ ആളുകളെ ഞാൻ വിളിക്കുന്ന പേര് സർക്കുലാർ മെഷർ എന്ന. ഇതിനെ വിളിക്കുന്ന പേരെന്താ? സർക്കുലാർ മെഷർ. റേഡിയസുമായി ബന്ധപ്പെട്ടത് കൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് റേഡിയൻ മെഷർ എന്ന. ഒന്ന് മനസ്സിലാക്കണം കേട്ടോ, റേഡിയൻ മെഷർ എന്ന്. അപ്പൊ ഞാൻ അടുത്തതായിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ ആഗ്രഹിക്കണേ സ്റ്റാൻഡേർഡ് ആംഗിൾസ്. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ആംഗിൾസ് ആണ് കേട്ടോ, സ്റ്റാൻഡേർഡ് ആംഗിൾസ്. സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് കുറച്ച് ആംഗിളുകൾ ഡിസ്കസ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ആംഗിൾസ് എന്തൊക്കെയാണ് ആംഗിളുകൾ? നല്ല സുഖമാണ്. നമുക്കറിയാം സൈനെക്സ് നമുക്കറിയാം, കൊസൈനെക്സ് നമുക്കറിയാം, ടാനെക്സ് നമുക്കറിയാം. സൈനിൽ ഞാൻ 0 ആംഗിൾ ആക്കി. അങ്ങനെ ഓരോ സ്റ്റാൻഡേർഡ് ആംഗിളുകൾ മാത്രം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ, സ്റ്റാൻഡേർഡ് ആംഗിളുകൾ മാത്രം. സീറോ, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി അഥവാ പൈ. 90 ഡിഗ്രി π/2, 60 ഡിഗ്രി π/3, 45 ഡിഗ്രി π/4, 30 ഡിഗ്രി π/6. ഇത്ര കാര്യങ്ങൾ ഓർത്തിരിക്കും. സൈൻ 0ന്റെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം 0 ആണ്. സൈൻ 30 എന്തായിരുന്നു? സൈൻ 30 എന്ന് പറഞ്ഞപ്പോൾ അത് 1/2 ആയിരുന്നു, ശരിയല്ലേ? സൈൻ 45 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫെമിലിയർ ആണ്, 1/√2 ആണ്. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ടേബിൾ ആട്ടോ. സൈൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് √3/2 ആണ്. സൈൻ 90 ഡിഗ്രി = 1 ആണ്. ഇതിപ്പോൾ അവിടെ നിൽക്കട്ടെ, അപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ കേട്ടോ. ഇനി സൈന് കിട്ടിയ കോസ് കിട്ടാൻ വലിയ പണിയില്ല. കോസ് 0 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതി. അപ്പോൾ ഈ 0 നേരെ ഇവിടുന്ന് അവിടെ കൊണ്ട് എഴുതി. അപ്പോൾ ഈ √3/2 ഇങ്ങോട്ട് എഴുതി, ഈ 1/2 അങ്ങോട്ടും എഴുതി, ഇത് നേരെ താഴേക്ക് എഴുതി. ഇവിടെ വേറെ എവിടെ എഴുതാൻ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് താഴേക്ക് എഴുതി. ടാൻ 0യുടെ വാല്യൂ 0 തന്നെയാണ് കേട്ടോ. ടാൻ 0 0 ആണ്. ടാൻ 30യുടെ വാല്യൂ 1/√3 ആണ്. ടാൻ 30യുടെ വാല്യൂ 1/√3 ആണ്. ടാൻ 45ന്റെ വാല്യൂ 1 ആണ്. ടാൻ 60യുടെ വാല്യൂ √3 ആണ്. ടാൻ 60യുടെ വാല്യൂ √3. ടാൻ 90 എന്ന് പറഞ്ഞാൽ അതിന് വാല്യൂ ഇല്ല, അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അതെന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ് ടാൻ 90 എന്ന് പറഞ്ഞാൽ. ഇതൊന്ന് എല്ലാവരും ബൈഹാർട്ട് ആക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉത്തരായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ആളുകളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് ട്രിഗണോമെട്രിക് ആയിട്ട് നമുക്കൊന്ന് എന്ത് ചെയ്യണം? കോംപ്ലക്സ് നമ്പർ നമുക്കൊന്ന് എക്സ്പ്രസ് ചെയ്ത് നോക്കണം. എങ്ങനെയെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പോളാർ റെപ്രസെന്റേഷൻ. ലെറ്റ് ദ കോംപ്ലക്സ് നമ്പർ z = x + iy. ഒരു കോംപ്ലക്സ് നമ്പർ x + iy ഉണ്ടെങ്കിൽ വി റെപ്രസെന്റ് ദ പോയിന്റ് ഇൻ ആർഗൺ പ്ലെയിൻ. യെസ്, നമ്മൾ കണ്ടതാണ്. x, y എന്ന മോഡലാണ് ഇത് നമ്മൾ ആർഗൺ പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ഒരു ആംഗിള് നമ്മൾ റെപ്രസെന്റ് ചെയ്ത ഒരു രൂപത്തിൽ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ ഒരു ആംഗിൾ നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നു. ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആർഗ്യുമെന്റ് എന്നാണ് ആംഗിളിനെ വിളിക്കുക. ആംഗിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആർഗ്യുമെന്റ് എന്നാണ് ആംഗിളിനെ വിളിക്കുക കേട്ടോ. ആ ഒറിജിൻ നമ്മൾ നേരത്തെ വിളിച്ച പോലെ എന്താ വിളിക്കുക? പോൾ എന്ന് തന്നെയാണ് ഒറിജിനെയും വിളിക്കുന്നത്. ഈ ട്രയാങ്കിൾ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ട്രയാങ്കിളിന് ജസ്റ്റ് പേരൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു. പോളിന് O, P എഴുതി, ഇവിടെ A എന്ന് എഴുതി. വെരി സിമ്പിൾ. ഇനി ഇവിടെ നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യണം? പോളാർ റെപ്രസെന്റേഷൻ കൂടി വിളിക്കാം നമുക്ക് ട്രിഗണോമെട്രിക്കൽ റെപ്രസെന്റേഷൻ, അല്ലെങ്കിൽ ഇതിന് എന്ത് പേര് വിളിക്കാം? ട്രിഗണോമെട്രിക് റെപ്രസെന്റേഷൻ. ഇതിന് നമുക്ക് എന്ത് പേരും കൂടി വിളിക്കാം? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പേര് വിളിക്കാം? ട്രിഗണോമെട്രിക് റെപ്രസെന്റേഷൻ ആണെന്ന് വിളിക്കാം. അപ്പൊ ഞാൻ എഴുതുന്ന കാര്യം ശ്രദ്ധിക്കാം. ആ ട്രയാങ്കിൾ ഇങ്ങനെ കാണണം. നമുക്ക് ആ ട്രയാങ്കിൾ കാണണം. ഈ പിയും x, yയും oയും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ഡിസ്റ്റൻസ് ആണ്
നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടത് മോഡ് സെഡ് എന്ന് നമുക്ക് അതിനെ വിളിക്കാം. മോഡ് സെഡ് ഈസ് ഓൾവേസ് ഡിനോട്ടഡ് ആസ് ആർ. കാരണം ആ പോയിന്റും ഈ ഓയും തമ്മിൽ ഉണ്ടാക്കുന്നത് √(x²+y² ആണ് നമ്മൾ കണ്ടു. അപ്പൊ അതെന്താണ് ശരിക്ക് മോഡ് സെഡ് ആണ്. നമുക്ക് അങ്ങനെ അടയാളപ്പെടുത്തി വെക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, സിമ്പിൾ അല്ലേ. ഇനി നമുക്ക് വേറെ രീതിയിലേക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ്. ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ സൈനും കോസും വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന മോഡലാണ്. നമ്മൾ സെഡ് എന്ന് പറഞ്ഞാൽ ആരാ ശരിക്ക്? x+iy അല്ലടാ. സെഡ് എന്ന് പറയുന്ന ആള് x+iy അല്ലേ. ഞാൻ ഇതിന് എന്ത് പേര് കൊടുക്കുകയാണ്? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കും. ഇനി ഇതിന് അവിടെ ഞാൻ മാറ്റി എഴുതും കേട്ടോ. ഞാൻ മാറ്റി എഴുതുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ആംഗിൾ തീറ്റ അല്ലേ. അപ്പൊ ഞാൻ ഇതിനെ സൈൻ തീറ്റ എന്നെടുത്തു. ഈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ആരാണ്? ഹൈപ്പോട്ടിന്യൂസ് ആണ്. നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഈക്വൽ ടു ഇവിടെ സൈൻ തീറ്റ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. ഇവിടെ ആരാ ഓപ്പോസിറ്റ്? ഇവിടെ ഇതാണ് തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് y ആണ്. ഹൈപ്പോട്ടിന്യൂസ് ആരാണ്? r ആണ്. അപ്പൊ സൈൻ തീറ്റന് എനിക്ക് എന്ത് എഴുതാം? y/r എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോ സൈൻ തീറ്റനെ ഞാൻ എഴുതി ഈക്വൽ ടു എന്ത് എഴുതി? y/r എന്ന് എഴുതി. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ ഞാൻ എഴുതി സൈൻ തീറ്റ ഈക്വൽ ടു y/r. ഇവിടുന്ന് y-നൊന്ന് സോൾവ് ചെയ്തേ. അപ്പൊ നമുക്ക് y ഈക്വൽ ടു ഈ കാണുന്ന y ആണ്, ഈ കാണുന്ന y. അപ്പൊ ഈ കാണുന്ന y-നൊന്ന് സോൾവ് ചെയ്യും. y ഈക്വൽ ടു ആരാ? യെസ്, y ഈക്വൽ ടു r. ഇങ്ങോട്ട് വന്നു. r ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അത് ഇങ്ങോട്ട് വന്നപ്പോ എന്തായി? സോറി, ഇവിടെ ഡിവിഷൻ ആണ്. ഇങ്ങോട്ട് വന്നപ്പോ എന്തായി? മൾട്ടിപ്ലിക്കേഷൻ ആയി. ഇൻറ്റു r സൈൻ തീറ്റ എന്ന് എഴുതി. വൈനെ ഞാൻ അങ്ങനെ, ഇതിൽ കാണുന്ന വൈനെ ഞാൻ ഇങ്ങനെ ട്രിഗണോമെട്രിക് ഫോമിൽ r സൈൻ തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇനി അടുത്തത് ഇവിടെ ഞാൻ ഒരു കോസ് തീറ്റ കൺസിഡർ ചെയ്യാണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസെന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലേ. അഡ്ജസെന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? ഫിഗർ നോക്കാം നമുക്ക് കേട്ടോ. അഡ്ജസെന്റ് സൈഡ് ഇവിടെ നോക്കിയിട്ട് പറ. ഇതാണ് തീറ്റ. ഇതിന്റെ അഡ്ജസെന്റ് സൈഡ് x, ഹൈപ്പോട്ടിന്യൂസ് r. അപ്പൊ ഞാൻ എഴുതി. അപ്പൊ ഇവിടെ അതേപോലെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്രസ് ചെയ്യല്ലേ. അഡ്ജസെന്റ് സൈഡ് x ഡിവൈഡഡ് ബൈ r. സെയിം പ്രൊസീജിയറിൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു x/r. ഈ കാണുന്ന എക്സിനെ ഇവിടെ സോൾവ് ചെയ്യാം. x ഈസ് ഈക്വൽ ടു r കോസ് തീറ്റ. റെഡി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് ചുമ്മാ ഞാൻ വിളിക്കുകയാണ്. ഇക്വേഷൻ നമ്പർ 3 എന്ന് ഞാൻ വെറുതെ വിളിച്ചു, കാരണം എനിക്കൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഞാൻ എഴുതുകയാണ് ഇക്വേഷൻ നമ്പർ 1 and 2 ഇൻ ഇക്വേഷൻ നമ്പർ 1. Then the complex number x plus iy becomes x plus iy എന്ന് പറയുന്ന ഈ കോംപ്ലക്സ് നമ്പർ ഇപ്പൊ ഏത് മോഡലാവാൻ പോവാണ്? ഇനി y എന്ന് പറഞ്ഞാൽ r സൈൻ തീറ്റയാണ്, x എന്ന് പറഞ്ഞാൽ r കോസ് തീറ്റയാണ്. ഇപ്പൊ ഇനി ഈ എക്സും y ഇവിടെ കാണാണ്ടാവില്ല. അതിന്റെ പകരം ആരുണ്ടാവുള്ളൂ? സൈനും കോസും ഉണ്ടാവുള്ളൂ. അപ്പൊ അത് എന്ത് സമ്പൂർണ്ണമായിട്ട് അത് ഏത് മോഡലിലേക്ക് മാറി? ട്രിഗണോമെട്രിക് ഫോമിലേക്ക് മാറി. അതിന് വിളിക്കുന്ന പേരാണ് പോളാർ റെപ്രസെന്റേഷൻ. പോളാർ റെപ്രസെന്റേഷൻ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ മാറ്റി. അപ്പൊ ഈ z എന്ന് പറയുന്ന ആള് x+iy ആയിരുന്നു. ഇപ്പൊ z എന്ന് പറഞ്ഞ ആളാരായി? r ഇൻറ്റു കോസ് തീറ്റ. x എന്ന് പറഞ്ഞാൽ r കോസ് തീറ്റ പ്ലസ് i അതുപോലെ എഴുതി. y എന്ന് പറഞ്ഞാൽ r സൈൻ തീറ്റ ആയതാണ്. ഈ ഫോമിന് വിളിക്കുന്ന പേരാണ് പോളാർ റെപ്രസെന്റേഷൻ. ഞാൻ അതിനൊന്നും കൂടി ഒന്ന് ഭംഗിയാക്കി എഴുതാം കേട്ടോ. z is equal to ഇവിടെ ആറുണ്ട്, ഈ ആറിനെ നിങ്ങൾ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് എഴുതിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. റെഡി. ഈ മോഡലിനെ വിളിക്കുന്ന പേരാണ് പോളാർ ഫോം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. പോളാർ ഫോം. ഇവിടെ ആറുണ്ടല്ലോ, ഇവിടെ ആറുണ്ട്. ഈ ആറ് എന്തായിരുന്നു? ആ ഫിഗറിൽ നമ്മൾ കണ്ടില്ലേ? ആറ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആരായിരുന്നു? അത് മോഡുലസ് ആയിരുന്നു. ദാറ്റ് ഈസ് ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? മോഡുലസ് ആണ്. മോഡുലസ് എന്ന് പറഞ്ഞാൽ അത് ആരാണ്? √ഓഫ് ആരാണ്? x²+y². വെരി സിമ്പിൾ. ഇവിടെ തീറ്റ ഉണ്ട്. ഈ തീറ്റനെ വിളിക്കുന്ന പേരാണ് ആർഗ്യുമെന്റ്. അല്ലെങ്കിൽ ഇതിനെന്ത് പേര് വിളിക്കാം? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കാം. ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഇതിനെന്ത് വിളിക്കാം? ആംപ്ലിറ്റ്യൂഡ്. ആർഗ്യുമെന്റിനെ ഡിനോട്ട് ചെയ്യല് ആർഗ്.
ആരുടെ ആർഗ്യുമെന്റ് ആണ്? കോംപ്ലക്സ് നമ്പറിന്റെ ആർഗ്യുമെന്റ് ആണ് ആർഗ് സെറ്റ്. റെഡി? അടുത്തത് അല്ലെങ്കിൽ ആംബ് ആര് സെറ്റ്, ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ട്രിഗണോമെട്രിക് ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആർ കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു ആർ സൈൻ തീറ്റ എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ആറിനെ പുറത്തേക്ക് എടുത്തിട്ട് സെഡ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് എഴുതിയാൽ അതെന്തായി മാറി? സമ്പൂർണ്ണമായിട്ടും അതാരായി മാറി? ഡയറക്റ്റായിട്ട് എന്തായി? ഓരോ ഇതിനെ വിളിക്കുന്ന പേരാണ് പോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. റെഡി? ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു നോട്ട് എഴുതണം. നോട്ട്. ഈ നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഇനി ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യാണ്, കൺസിഡർ എനി ആംഗിൾ. ഞാൻ ഒരു എനി ആംഗിൾ കൺസിഡർ ചെയ്യും, ഇഷ്ടപ്പെട്ട ഒരു ആംഗിൾ കൺസിഡർ ചെയ്യാണ്, ദാറ്റ് ഈസ് ആൽഫ എടുക്കുകയാണ്. ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ മൈനസ് വൈ ബൈ എക്സ് എന്ന് കൺസിഡർ ആംഗിൾ ഇൻ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിനെ ആധാരമാക്കിയിട്ട് ഞാൻ ഒരു ആംഗിൾ എടുക്കുകയാണ്. ഈ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ ടാൻ ആൽഫ എന്ന് പറയുന്നതിന് ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ അത് ആരാണ് ശരിക്ക്? മോഡുലസ് ഓഫ് വൈ ബൈ എക്സ് ആണെന്ന് നമുക്ക് പറയാം. മോഡുലസ് ഓഫ് വൈ ബൈ എക്സ് ആണെന്ന് നമുക്ക് പറയാം കേട്ടോ. ഇത്ര ഒന്ന് ഓർത്ത് വെക്കുക. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പോയിന്റ് ലൈസ്, പോയിന്റ് ഓർ കോംപ്ലക്സ് നമ്പർ, പോയിന്റ് അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ ലൈസ് ഇൻ ഒന്നാമത്തെ കണ്ടീഷൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, തീറ്റ ഈക്വൽ ടു ആർക്ക് ഈക്വൽ ആണ്? ഈ ആർഗ് സെറ്റിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഇത് ആർഗ് സെറ്റ്. രണ്ടാമത്തത്, ഇനി രണ്ടാമത്തത് ആൽഫ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആൽഫ എവിടെയാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ പൈ മൈനസ് ആൽഫ ആയിരിക്കും. തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്? പൈ മൈനസ് ആൽഫ എന്നാണ്. പ്രോബ്ലത്തിലൂടെ ഡിസ്കസ് ചെയ്ത് തരാം കേട്ടോ. ഇനി മൂന്നാമത്തത്, അത് എവിടെയാണ് നിൽക്കുന്നത്? തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ, തേർഡ് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നതിന് ആൽഫ തേർഡ് ക്വാഡ്രന്റിലാണ് എങ്കിൽ അവിടെ ആർഗ്യുമെന്റ് ആയ തീറ്റനെ നമ്മൾ എഴുതുന്ന രീതി ആൽഫ മൈനസ് പൈ ആയിരിക്കും. ആൽഫ മൈനസ് പൈ, പൈ മൈനസ് ആൽഫ, ആൽഫ മൈനസ് പൈ. ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിലോ, ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ ആൽഫ ഇംപ്ലൈസ് തീറ്റ ഈക്വൽ ടു എന്ത് കൊടുത്താൽ മതി? മൈനസ് ആൽഫ, മൈനസ് തീറ്റ ആയിരിക്കും. ഓക്കെ, ഒന്നാമത്തെ ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ ഈക്വൽ ടു ആൽഫ, രണ്ടാമത്തേതാണെങ്കിൽ തീറ്റ ഈക്വൽ ടു പൈ മൈനസ് ആൽഫ, മൂന്നാമത്തെ ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ ഈക്വൽ ടു ആൽഫ മൈനസ് പൈ ആണ്, മൂന്നാമത്തേതാണെങ്കിൽ ആൽഫ മൈനസ് പൈ ആണ്. റെഡി? ആൽഫ മൈനസ് പൈ എന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ ഈക്വൽ ടു തീറ്റ എന്ന് കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. നമുക്ക് എല്ലാ പ്രോബ്ലംസും ഈ ഒരു ബേസിക് വെച്ചിട്ട് വളരെ പെട്ടെന്നായിട്ട് നമുക്ക് കണ്ടെത്താം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് പോളാർ റെപ്രസെൻറ്റേഷൻ അഥവാ ആർഗൺ പ്ലെയിനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫൈൻഡ് മോഡുലസ് ആൻഡ് ആർഗ്യുമെന്റ് ഓഫ് ദ ഫോളോവിങ്. താഴെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന്റെ എന്ത് കണ്ടെത്തണം? ആർഗ്യുമെന്റ് ആൻഡ് മോഡുലസ് കണ്ടെത്തണം. മോഡുലസ് കണ്ടെത്തണം, ആർഗ്യുമെന്റ്, ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ആണ് കേട്ടോ. ആൻഡ് ആൾസോ റെപ്രസെന്റഡ് ഇൻ പോളാർ ഫോം. ഇത് നമുക്ക് എന്തിലും കൂടി റെപ്രസെന്റ് ചെയ്യണം? പോളാർ ഫോമിലും കൂടി റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻ ആണുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ z ഈക്വൽ ടു -1 മൈനസ് i റൂട്ട് 3. സെക്കൻഡ് ക്വസ്റ്റ്യൻ z ഈക്വൽ ടു -√3 പ്ലസ് i. തേർഡ് വൺ z ഈക്വൽ ടു 1 മൈനസ് i. ആൻഡ് ഫോർത്ത് വൺ z ഈക്വൽ ടു 1 പ്ലസ് i ഡിവൈഡഡ് ബൈ 1 മൈനസ് i.
and fifth one z equal to -3 and sixth one z equal to -i. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഫസ്റ്റ് പ്രോബ്ലം ഡിഫൈൻ ചെയ്യാം. ഒന്നാമത്തെ പ്രോബ്ലം എന്തായിരുന്നു? z equal to -1 - i√3 എന്നാണ്. ഓക്കെ, z equal to -1 - i√3 എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ എഴുതി ഹിയർ given z equal to നമുക്ക് തന്ന കോംപ്ലക്സ് നമ്പർ എന്താ? -1 - i√3. ശരിയല്ലേ? -1 - i√3 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ x, y എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഈസ് ഇതിന് നമുക്ക് x, y എന്ന ഫോമിൽ ഒന്ന് ഡിനോട്ട് ചെയ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു x എന്ന് പറഞ്ഞാൽ ആരാ? -1, y എന്ന് പറഞ്ഞാൽ -√3. ഒരു കാര്യം മനസ്സിലായി. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പ്ലോട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ചുമ്മാ ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, -1 - √3 എന്ന് പറയുന്ന പോയിന്റ് -1 - √3 ഏകദേശം ഈ ഒരു റീജിയനിൽ വരും. നമുക്ക് സങ്കല്പിക്കാം -1 - √3. ശരിയല്ലേ? -1 - √3 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിലാണ് വരുന്നത്. അപ്പൊ ഇനി ഇതൊരു കാര്യം മനസ്സിലായി. ഇത് ഏത് പോയിന്റിലാണ് നിൽക്കുന്നത്? therefore z lies in third quadrant. z ഏത് എവിടെ നിൽക്കുന്നത്? തേർഡ് ക്വാഡ്രന്റിലാണ് z നിൽക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എഴുതി മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് z equal to -1 - i√3 എന്നല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ x is equal to -1 and y is equal to -√3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ആരെ കണ്ടെത്തണം? യെസ്, ഫസ്റ്റ് മോഡുലസ് കണ്ടെത്തി. മോഡുലസ് ആൻഡ് ആർഗ്യുമെന്റ് എന്നല്ലേ. മോഡുലസ് എന്ന് പറഞ്ഞാൽ മോഡ് z is equal to √. മോഡ് z കാണാനുള്ള ഫോർമുല എന്താ? ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടിനും കൂടി സ്ക്വയർ ചെയ്യാം. അപ്പൊ എന്തായി? -1 ഹോൾ സ്ക്വയർ പ്ലസ് -√3 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായി മാറി? ഈക്വൽ ടു √. -1ന്റെ സ്ക്വയർ 1 പ്ലസ് √3ന്റെ സ്ക്വയർ എന്തായി? √3ന്റെ സ്ക്വയർ 3 ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായി? √4 ഈസ് ഈക്വൽ ടു ആരായി? 2 ആയി മാറി. ഒരു കാര്യം നമുക്ക് കിട്ടി. എന്ത്? മോഡ് z അഥവാ r എന്ന് പറഞ്ഞാൽ ആരായി മാറി? 2 ആണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് ചെയ്യേണ്ട വർക്ക് എന്താ? ആർഗ്യുമെന്റ് കണ്ടെത്തണം. ആർഗ്യുമെന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ആൽഫ എന്ന് പറയുന്ന ഇതിനെ ടാൻ ഓഫ് ഇൻവേഴ്സ്. ടാൻ ഇൻവേഴ്സ് നമ്മൾ എങ്ങനെ എഴുതിയത്? y/x എന്ന് റെപ്രസെന്റ് ചെയ്തിരുന്നു. ഇവിടെ നമുക്ക് ഞാൻ എഴുതാണ് ജസ്റ്റ് ടാൻ ആൽഫ ഈക്വൽ ടു നമ്മൾ ഇങ്ങനെ എഴുതിയിരുന്നല്ലോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എഴുതിയത്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ എഴുതിയിരുന്നു ടാൻ ആൽഫ ഈക്വൽ ടു y/x. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതി ടാൻ ആൽഫ ഈക്വൽ ടു y/x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -√3 ഡിവൈഡഡ് ബൈ -1. എക്സിന്റെയും വൈന്റെയും വാല്യൂ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ. എക്സിന്റെയും വൈന്റെയും വാല്യൂ ഡയറക്റ്റ് അപ്ലൈ ചെയ്തു. എക്സിന്റെ വാല്യൂ -1, വൈന്റെ വാല്യൂ -3. അത് രണ്ടും ഡയറക്റ്റ് അപ്ലൈ ചെയ്തു. ഈക്വൽ ടു ആരായി മാറി? ടാൻ ആൽഫ ഈക്വൽ ടു ഇവിടെ √3/1 എന്ന് പറഞ്ഞാൽ വെറും √3 അല്ലേ. എടാ നിങ്ങൾക്ക് ഒരു ടേബിൾ ഞാൻ എഴുതി തന്നില്ലേ? നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സൈന്റെയും കോസിന്റെ ഒക്കെ ടാൻ. അതിൽ ടാൻ ആൽഫയുടെ വാല്യൂ എവിടെയാണ് √3 ആവുന്നത്? ഇതാണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ടാൻ 60 ഈക്വൽ ടു ടാൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താ? √3 ആണ്. ഈ 60 ഡിഗ്രി നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? π/3 എന്ന് ഡിനോട്ട് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. ശരിയല്ലേ? അപ്പൊ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് π/3 ഈക്വൽ ടു ആരായി? √3. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? കമ്പയറിങ്. ഇവിടെ നമുക്ക് ആരെ കമ്പയർ ചെയ്യാം? ആൽഫനെ കമ്പയർ ചെയ്താൽ ആൽഫ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? π/3 ആണെന്ന് കിട്ടി. പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഇനി ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രോബ്ലം ആണ്. ഇവിടെ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ എഴുതിയ ആൽഫ കിട്ടിയിട്ടില്ല. ഈ കിട്ടിയത് നമുക്ക് ഏതോ ഒരു ആംഗിൾ ആൽഫയാണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ആർഗ്യുമെന്റ് ആക്കണമെങ്കിൽ, ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ അത് തീറ്റ അല്ലേ. ആർഗ്യുമെന്റ് ആക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി, ഈ പോയിന്റ് ഏത് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പോയിന്റ് എവിടെയാണ് നമ്മൾ ഇത് നോക്കാണ്ട് ഇവിടെ നോക്കി പറ. ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ് അല്ലേ. തേർഡ് ക്വാഡ്രന്റിലാണ് ഈ പോയിന്റ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെന്ത് ചെയ്യണം? ഇതിനൊന്ന് മാറ്റം വരുത്തണം. അപ്പൊ ഞാൻ എഴുതാട്ടോ. അടുത്തത് എഴുതി ദാറ്റ് ഈസ് the point അഥവാ z lies in third quadrant. ഇതെവിടെ നിൽക്കുന്നത്? തേർഡ് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
ആർഗ്യുമെന്റ് ഓഫ് സെഡ് അഥവാ തീറ്റ ഈക്വൽ ടു ആർഗ്യുമെന്റ് ആയ സെഡ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതണം? എങ്ങനെ എഴുതണം? ആൽഫ മൈനസ് എന്താണ്? പൈ ആണ്. ആൽഫ മൈനസ് പൈ. ക്വാഡ്രന്റുകൾ പറയുമ്പോൾ അവിടെ ഞാൻ ഡിഫറൻസ് പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് ആൽഫ മൈനസ് പൈ എന്ന് എഴുതി. ഈക്വൽ ടു ആൽഫ മൈനസ് പൈ എന്ന് പറഞ്ഞാൽ ആൽഫ ആരാണ്? പൈ ബൈ 3 അല്ലേ? പൈ ബൈ 3 നിന്നും പൈ ഇവിടെ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് 3 ഇൻറ്റു പൈ, ദാറ്റ് ഈസ് 3 പൈ ഓൾ ഡിവൈഡഡ് ബൈ പൈ എഴുതി. ഈക്വൽ ടു പൈയിൽ നിന്നും 3 പൈ മൈനസ് ചെയ്താൽ ദാറ്റ് ഈസ് മൈനസ് 2 പൈ ഓൾ ഡിവൈഡഡ് ബൈ മൈനസ് 2 പൈ ഓൾ ഡിവൈഡഡ് ബൈ ആരായി മാറി? ഇവിടെ പൈ ആണ് കേട്ടോ, ഇവിടെ 3 ഓൾ ഡിവൈഡഡ് ബൈ ആരായി മാറി? 3 ആയി മാറി. ദാറ്റ് ഈസ് ആർഗ്യുമെന്റ് ഈക്വൽ ടു ആരായി? ഇവിടെ നമുക്ക് ആർഗ്യുമെന്റ് കിട്ടി. ആർഗ്യുമെന്റ് തീറ്റ ഈക്വൽ ടു ആരായി? മൈനസ് 2 പൈ ബൈ 3 ആയി മാറി. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ആൻസർ കിട്ടി, ആർഗ്യുമെന്റ് മോഡുലസും കിട്ടി. ഇനി ഇതിനെ പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യണം. പോളാർ ഫോം ഓഫ് സെഡ്. സെഡിന്റെ പോളാർ ഫോം എന്തായിരുന്നു? എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ അതിന്റെ പോളാർ ഫോം എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഇങ്ങനെ ഫോർമുല പഠിച്ചില്ലേ? കോസ് തീറ്റ പ്ലസ് ഐ ടൈംസ് സൈൻ തീറ്റ. കോസ് തീറ്റ ഇൻറ്റു ഐ ടൈംസ് സൈൻ തീറ്റ നമ്മൾ പഠിച്ചിരുന്നു. ഈക്വൽ ടു എന്തായിരുന്നു? ഈക്വൽ ടു എന്തായി മാറി? ആർ ഈക്വൽ ടു കോസ് തീറ്റ. ആർ ദാറ്റ് ഈസ് ആർ എന്ന് പറഞ്ഞ വാല്യൂ മോഡുലസ് അല്ലേ? മോഡ് സെഡ് ഈസ് ഈക്വൽ ടു ആർ ഈസ് ഈക്വൽ ടു 2 ആണെന്ന് നമുക്കറിയാം. തീറ്റയുടെ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2 പൈ ബൈ 3 ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഈ രണ്ട് വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്താൽ ആൻസർ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് മൈനസ് 2 പൈ ബൈ 3 പ്ലസ് ഐ ടൈംസ് സൈൻ ഓഫ് മൈനസ് 2 പൈ ബൈ 3. ഓക്കെ ആണെന്ന് വിചാരിക്കണേ. ഈസി അല്ലേ? ഡയറക്റ്റ് അപ്ലൈ ചെയ്തു കേട്ടോ. വേറെ ക്വസ്റ്റനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന് ആദ്യം ആ പോയിന്റ് നിൽക്കുന്നത് ഏത് ക്വാഡ്രന്റ് ആണെന്ന് ചെക്ക് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എക്സും വൈനെയും എഴുതുക. അത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ മോഡുലസ് കണ്ടെത്തുക. മോഡുലസ് കണ്ടെത്തി കഴിഞ്ഞാൽ അവിടുന്ന് ആൽഫ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ആംഗിളിനെ കണ്ടെത്തുക. ആ ആംഗിൾ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? തീറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അഥവാ ആർഗ്യുമെന്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ക്വാഡ്രന്റിന്റെ റെവല്യൂഷൻസിനനുസരിച്ച് ആംഗിളിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു കീ നമ്മൾ പറഞ്ഞിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് എല്ലാം ആൻസർ ആക്കാം കേട്ടോ. സെക്കൻഡ് പ്രോബ്ലം നോക്കാം. Z is equal to minus root 3 plus I. അപ്പം ഞാൻ എഴുതി that is ഇവിടെ ഡയറക്റ്റ് എഴുതി x equal to minus root 3 and y is equal to 1. Equal to 1 x equal to minus root 3. Therefore Z lies in. Z ഏത് ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യുന്നത്? Z ഏത് ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യുന്നതെന്ന് പറയണം കേട്ടോ. ഞാൻ എഴുതി x മൈനസ് ആണ്, y പോസിറ്റീവ് ആണ്. ഇവിടെ അല്ല ഉണ്ടാവുക എക്സ് മൈനസ് വൈ പോസിറ്റീവ് അല്ലേ? അപ്പൊ ഏത് ക്വാഡ്രന്റാ? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. ഓക്കെ, ഇതെവിടെ നിൽക്കുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇനി ആരെ കണ്ടെത്തണം? മോഡ് സെഡ് ഇസ് ഈക്വൽ ടു, മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓവർ മോഡ് സെഡ് അഥവാ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആരായി മാറി? എക്സ് സ്ക്വയർ മൈനസ് റൂട്ട് 3 ഹോൾ സ്ക്വയർ പ്ലസ് ആരായി? 1 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് റൂട്ട് 3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായി മാറി? 3 + 1 ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 4 ആയി. ഈസ് ഈക്വൽ ടു ആരായി മാറി? 2 ആയി മാറി. ഓക്കെ, ഈക്വൽ ടു ആർ ഈക്വൽ ടു ആരായി? 2 ആയി മാറി. മോഡ് കിട്ടി 2 ആണ്. ഇനി ഇതിന്റെ അടുത്ത ചോദ്യം, ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് കാണാൻ വേണ്ടിയിട്ട്. ആർഗ്യുമെന്റ്, അപ്പൊ ഞാൻ ഇവിടെ ആർഗ്യുമെന്റ് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ എഴുതണം? ആർഗ്യുമെന്റ് ടാൻ ആൽഫ ഈക്വൽ ടു ആർഗ്യുമെന്റ് ടാൻ ആൽഫ ഈക്വൽ ടു മോഡ് വൈ ബൈ എക്സ് ഈക്വൽ ടു എക്സിന്റെ വൈന്റെയും വാല്യൂ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എക്സിന്റെ വൈന്റെയും വാല്യൂ ഇവിടെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതി? വൈന്റെ വാല്യൂ 1 ഡിവൈഡഡ് ബൈ എക്സിന്റെ വാല്യൂ മൈനസ് റൂട്ട് 3. ഇതിന് മോഡുലസ് എടുത്തിട്ടുണ്ട്, അതൊക്കെ പോസിറ്റീവ് ആവില്ല. ദാറ്റ് ഈസ് ടാൻ ആൽഫ ഈക്വൽ ടു ഞാൻ എഴുതി ഈക്വൽ ടു ടാൻ ആൽഫ ഈക്വൽ ടു ആരായി മാറി? 1/√3. ഇവിടെ ഈ ടാൻ എവിടെയാണ് 1/√3 ആവുന്ന ആംഗിള്? ടാനിന്റെ വാല്യൂ 1/√3 ആവും. ടാൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? 1/√3. ടാൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാ? 1/√3 അല്ലേ? ഈ 30നെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തിരുന്നു? ഞാൻ ഈ വാല്യൂസ് പറയുന്നത് ആ ടേബിളിൽ നോക്കിയിട്ടാട്ടോ. അപ്പോൾ ടാൻ 30 ഈസ് ഈക്വൽ ടു 1/√3. ഈ 30 നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തത്? π/3 വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ എഴുതി ദാറ്റ് ഈസ് ആൽഫ ഈക്വൽ ടു 30 ഡിഗ്രി ഈക്വൽ ടു π/6. 30 ഡിഗ്രി ഈക്വൽ ടു π/6. 30 ഡിഗ്രീനെ π/6 എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പൊ എന്തായി മാറി?
π/6 ഡിനോട്ട് ചെയ്ത സമയത്ത് ദാറ്റ് ഈസ് ആൽഫ ഈക്വൽ ടു π/6. കഴിഞ്ഞിട്ടില്ല. Z എവിടെ നിന്നിരുന്നത്? Z ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റിലല്ലേ? അങ്ങനെയാണെങ്കിൽ ആർഗ്യുമെന്റ് Z അഥവാ തീറ്റ ഈക്വൽ ടു ആർഗ്യുമെന്റ് Z ആയ തീറ്റ എന്ന് പറയുന്നത് ശരിക്കും എവിടെയുള്ളത്? തീറ്റ ഇസ് ഈക്വൽ ടു പൈ മൈനസ് ആൽഫ. റെഡി അല്ലേ? പൈ മൈനസ് ആൽഫ. ദാറ്റ് ഈസ് Z ഈക്വൽ ടു ആർഗ്യുമെന്റ് ഓഫ് Z ഈക്വൽ ടു തീറ്റ ഈക്വൽ ടു പൈ മൈനസ് π/6. പൈ മൈനസ് π/6 ആയി മാറി. ഓക്കെ, ഈക്വൽ ടു പൈ മൈനസ് π/6 എന്ന് പറഞ്ഞാൽ എന്തായി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5π/6 ആയി മാറി. ഓക്കെ, റെഡി. ദാറ്റ് ഈസ് തീറ്റ കിട്ടി. തീറ്റ ഇസ് ഈക്വൽ ടു ആർഗ്യുമെന്റ് കിട്ടി, മോഡുലസ് കിട്ടി. അതായത് ആർഗ്യുമെന്റ് മോഡുലസ് ഇസ് ഈക്വൽ ടു ആരായിരുന്നു? മോഡുലസ് ഈക്വൽ ടു സെയിം 2 ആയിരുന്നു അല്ലെ? മോഡുലസ് ഈക്വൽ ടു 2. കുഴപ്പമില്ലല്ലോ, അവിടെ നമുക്ക് ആൻസർ കിട്ടി. മോഡുലസ് R എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ എന്ത് കണ്ടെത്തണം? ബൈപോളാർ ഫോം. നമുക്ക് ഇവിടെ ഒന്ന് പോളാർ ഫോം ഒന്ന് റെപ്രസെന്റ് ചെയ്യണം. പോളാർ ഫോം എന്തായിരുന്നു? Z ഈക്വൽ ടു R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് I ഇൻറ്റു സൈൻ തീറ്റ. ആറിന്റെ വാല്യൂ 2, കോസ് തീറ്റയുടെ വാല്യൂ എന്താ? 5π/6 പ്ലസ് ആരായി I ഇൻറ്റു സൈൻ 5π/6 ആണ്. റെഡി. അപ്പൊ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ 5π/6 ആരാണ്? 5π/6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആരാ ശരിക്ക്? യെസ്, ഇതാരാണ്? ആർഗ്യുമെന്റ് ആണ്. ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. നമ്മൾ ഡെഫിനിഷനിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഡിനോട്ട് ചെയ്യാ എന്ന്. ഇതാണ് കോംപ്ലക്സ് നമ്പറിന്റെ മോഡല്. ഈ നമ്പറുകൾ -x, y മോഡലിലുള്ള നമ്പറാണ്. അതായത് ഏതായിരുന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളെ കോംപ്ലക്സ് നമ്പർ -√3 പ്ലസ് i അല്ലേ? -√3 പ്ലസ് i മോഡൽ ആയതുകൊണ്ട് ഇവിടെയാണ് -√3 1 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഈ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാണ്? 5π/3 എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടാവും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ശ്രദ്ധിക്കുക, ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എവിടെയെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. 5π/6 റെഡി. 5π/3 മീൻസ് 5π/6. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം ചെക്ക് ചെയ്ത് നോക്കാം. Z ഈക്വൽ ടു 1 മൈനസ് i. 1 മൈനസ് i ആണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഞാൻ എഴുതി x ഈക്വൽ ടു 1, y ഈക്വൽ ടു -1. ഇത് എവിടെ ഉണ്ടാവുക? x ഈക്വൽ ടു 1, x പോസിറ്റീവ് y നെഗറ്റീവ്. അപ്പോൾ x പോസിറ്റീവ് y നെഗറ്റീവ്. ഇവിടെയാണ് ഈ പോയിന്റ് ഉണ്ടാവുക 1 - 1 എന്ന് പറയുന്ന പോയിന്റ്. ഏത് ക്വാഡ്രന്റ് ആണ്? 4th ക്വാഡ്രന്റ്. അപ്പോൾ Z ലൈസ് ഇൻ 4th ക്വാഡ്രന്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതി Z ലൈസ് ഇൻ 4th ക്വാഡ്രന്റ്. ഇനി ഇതിന്റെ മോഡ് Z ആണ്. R is equal to mod Z equal to root of ഡയറക്റ്റ് ആണ് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി? √2. R is equal to √2 ആയി. കുഴപ്പമില്ലല്ലോ, സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. നേരിട്ട് നമുക്ക് ഉത്തരം കിട്ടുകയാണ്. ഈക്വൽ ടു എന്തായി മാറി. അത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആരെ കണ്ടെത്തണം? ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം? ആൽഫ ഈക്വൽ ടു tan alpha is equal to mod y/x ആണ്. കുഴപ്പമില്ലല്ലോ. ഈക്വൽ ടു tan alpha എന്ന് പറഞ്ഞാൽ y/x ദാറ്റ് ഈസ് ഈക്വൽ ടു -1/1 മോഡുലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. tan എവിടെയാണ് 1 ആവുന്നത്? tan 45 അല്ലേ? tan 45 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1. ആ ടേബിളിലാണ്, ഇതൊക്കെ ടേബിളിൽ നോക്കിയിട്ടാണ് പറയുന്നത്. tan 45 നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നു π/4 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരുന്നു അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ നേരിട്ട് ഇവിടെ ആൻസർ എഴുതുകയാണ്. ദാറ്റ് ഈസ് ആൽഫ ഈക്വൽ ടു π/4. ശരിയല്ലേ? ഇങ്ങനെ നമുക്ക് എഴുതാലോ, വലിയ പ്രശ്നമില്ലല്ലോ. ഇനി ഇതിന്റെ ഏത് ക്വാഡ്രന്റിലാണ്? 4th ക്വാഡ്രന്റ് അല്ലേ? 4th ക്വാഡ്രന്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ദാറ്റ് ഈസ് 4th ക്വാഡ്രന്റ്. Z ലൈസ്, Z നിൽക്കുന്നത് എവിടെയാണ്? 4th ക്വാഡ്രന്റിലാണ് Z ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർഗ്യുമെന്റ് Z ഈക്വൽ ടു ആരാ? -ആൽഫയാണ്. ദാറ്റ് ഈസ് തീറ്റ ഇസ് ഈക്വൽ ടു ആരായി? -π/4. ഇതിനെന്ത് ചെയ്യണം? പോളാർ റെപ്രസെന്റേഷൻ ചെയ്യണം. അപ്പം ഞാൻ എഴുതി പോളാർ റെപ്രസെന്റേഷൻ. പോളാർ ഓർ ട്രിഗണോമെട്രിക് റെപ്രസെന്റേഷൻ. പോളാർ റെപ്രസെന്റേഷൻ.
പോളാർ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ആരാ? ദാറ്റ് ഈസ് ഈക്വൽ ടു Z ഈക്വൽ ടു R ടൈംസ് കോസ് തീറ്റ പ്ലസ് I ഇൻറ്റു സൈൻ തീറ്റയാണ്. റെഡിയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഈക്വൽ ടു R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √2 ഇൻറ്റു കോസ് ഓഫ് -π/4 പ്ലസ് I ഇൻറ്റു സൈൻ ഓഫ് ആരായി മാറി? -π/4 ആയി മാറി. ഓക്കെ, പോളാർ റെപ്രസെന്റേഷൻ ഈസി അല്ലേ? അടുത്തൊരു ചോദ്യം കൂടി നോക്കാം നമുക്ക്. Z ഈക്വൽ ടു 1 + I ഡിവൈഡഡ് ബൈ 1 - I. പോളാർ റെപ്രസെന്റേഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കോംപ്ലക്സ് നമ്പറുകൾ ഏത് ഫോമിലായിരിക്കണം? സ്റ്റാൻഡേർഡ് ഫോമിലായിരിക്കണം. നമുക്ക് ഈ തന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഫോമിലാണോ? അല്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യണം. ആദ്യം നമ്മൾ അതിന് എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് അതിനെ ചേഞ്ച് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആൻസറിൽ കണ്ടെത്തി നോക്കാം. ഓക്കെ, അപ്പം ഞാൻ എഴുതി we have given form is not an A plus IB. ഇത് A plus IB മോഡൽ അല്ല തന്നിട്ടില്ല. അപ്പൊ അതിന് ആദ്യം ഈ മോഡലിലേക്ക് മാറ്റണം. 1 + I ഡിവൈഡഡ് ബൈ 1 - I. എടാ ഇത് ഡിവിഷൻ ഫോമിലല്ലേ? Z1 is equal to 1 + I എന്ന് ഡിനോട്ട് ചെയ്തു. ഞാൻ Z2 is equal to 1 - I എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ ചെയ്യുമ്പോൾ മുകളിലും താഴെ എന്തോ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യായിരുന്നു? മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു. യെസ്, താഴെയുള്ള ആളുടെ Z ബാർ, താഴെയുള്ള ആൾ 1 - I അല്ലേ? അപ്പൊ ഞാൻ മുകളിലും താഴെയും 1 + I മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മുകളിൽ ആര് മൾട്ടിപ്ലൈ ചെയ്തു? 1 + I. താഴെ ആരായി? 1 - I ആയി. സോറി, 1 + I ഈക്വൽ ടു 1 + I ഇൻറ്റു 1 + I എന്ന് പറഞ്ഞാൽ ഒരേ എലമെന്റ് ആണ്. 1 + I ഹോൾ സ്ക്വയർ. A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A സ്ക്വയർ. I ഇൻറ്റു I എന്ന് പറഞ്ഞാൽ I സ്ക്വയർ ആയതുകൊണ്ട് എന്തായി മാറി? പ്ലസ് B സ്ക്വയർ എന്ന് എഴുതി കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. Z ഇൻറ്റു Z ബാർ is equal to മോഡ് Z ഹോൾ സ്ക്വയർ. ഈ ഒരു ഐഡന്റിറ്റി വെച്ചിട്ട് ഇങ്ങനെ എഴുതിയതാണ്. Z-നെ Z ബാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ മോഡ് Z-ന്റെ ആര് കിട്ടും? നമുക്ക് അതിന്റെ സ്ക്വയർ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഐഡന്റിറ്റി അങ്ങനെ എഴുതിയതാണ്. അത് വെച്ച് ഞാൻ നേരിട്ട് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ആരാണുള്ളത്? ദാറ്റ് ഈസ് 1/1 + I ഹോൾ സ്ക്വയർ അല്ലേ? അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തേ. A + B ഹോൾ സ്ക്വയർ വെച്ചിട്ട് A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് ആരായി? B സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1. 1 ഇതും ക്യാൻസൽ ആയി. ഡിവൈഡഡ് ബൈ താഴെ 1 + 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 2 ആണ്. ആ 2ഉം ക്യാൻസൽ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി? I മാത്രമായി. ഇപ്പൊ നമ്മൾ Z ഏത് മോഡലാ? I മോഡലാണ്. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? പോളാർ റെപ്രസെന്റേഷൻ ചെയ്യണം. പോളാർ റെപ്രസെന്റേഷൻ അഥവാ ട്രിഗണോമെട്രിക് റെപ്രസെന്റേഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി ഗിവൺ Z is equal to 0 + I മോഡലാ. ശരിയല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് X is equal to 0, Y is equal to 1 ആ. രണ്ട് വാല്യൂ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് therefore Z lies in എവിടെയാണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് നമുക്ക് പറയാം. Z lies in ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം. അത് കഴിഞ്ഞ് അതിന് മോഡുലസ് ആണ്. ദാറ്റ് ഈസ് മോഡുലസ് അഥവാ R ഈക്വൽ ടു റൂട്ട് ഓഫ് ഇവിടെ വൈക്ക് വാല്യൂ മാത്രമല്ല. അപ്പോൾ 1² is equal to 1 ആയി. R ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് 1 കിട്ടി. R എന്ന് പറഞ്ഞാൽ മോഡുലസ് നമുക്ക് എന്ത് കിട്ടി? 1 ആണ് കിട്ടിയത്. ഇനി അടുത്ത ആർഗ്യുമെന്റ് കണ്ടെത്തണം. ആർഗ്യുമെന്റ് മോഡുലസ് ആൻഡ് ആർഗ്യുമെന്റ് ആണ് നമ്മോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ആർഗ്യുമെന്റ് തീറ്റ is equal to അതിന് മുമ്പ് ഒരു ആൽഫ കണ്ടെത്തി. ദാറ്റ് ഈസ് tan alpha is equal to ആരാണ്? മോഡ് y/x ആണ്. റെഡി അല്ലേ? ശ്രദ്ധിച്ചു നോക്കൂ. എക്സിന്റെ വാല്യൂ 0 ആണ്, വൈന്റെ വാല്യൂ 1 ആണ്. റിയൽ പാർട്ട് 0, ഇമാജിനറി പാർട്ട് 1. ശരിക്കും ഈ നമ്പർ എന്താണ്? പ്യുവർലി ഇമാജിനറി എന്നുള്ള ഒരു സിസ്റ്റം ആണ് അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. ഒരു ഫ്രാക്ഷൻ ഒരു കൺസെപ്റ്റ് ആട്ടോ. ഒരു കൺസെപ്റ്റ് ഞാൻ എഴുതുകയാണ്. ഈ p/q ഈക്വൽ ടു 0 ആയി. p/q 0 എന്ന് നമ്മൾ പഠിക്കണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ p ഈക്വൽ ടു 0 ആൻഡ് q നോട്ട് ഈക്വൽ ടു 0 ആണ്. p ഈക്വൽ ഒരു ഫ്രാക്ഷൻ ഈക്വൽ ടു 0 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ p ഈക്വൽ ടു 0 അറ്റ് എ ടൈം q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഈസി ആണെങ്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ആരായ മതി? 0 ആവാം. താഴെ ഒരിക്കലും 0 വരാൻ പാടില്ല. ഇൻ കേസ് ഓഫ് ഡിനോമിനേറ്റർ 0, ഇൻ കേസ് ഓഫ് ഡിനോമിനേറ്റർ ഈസ് ആരായി മാറി? 0 ആയാൽ ഈസ് നോട്ട് ഡിഫൈൻഡ്. അങ്ങനെ ഒരു സംഭവം മാത്സിൽ എന്ത് ചെയ്തിട്ടില്ല? ഡിഫൈൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സംഭവം മാത്സിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ എഴുതി
ടാൻ ഓഫ് ഈക്വൽ ടു വൈ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ വൈ ബൈ 0 അല്ലേ, നോട്ട് ഡിഫൈൻഡ് അല്ലേ. അപ്പം വളരെ ഈസി ആയിട്ട് ഞാൻ എഴുതി ഈക്വൽ ടു നോട്ട് ഡിഫൈൻഡ്. ഇവിടെ ആൻസർ ഇല്ല. അപ്പൊ ടാന്റെ വാല്യൂ നമുക്ക് എവിടെയായിരുന്നു നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ളത്? യെസ്, ടാൻ 90 ഡിഗ്രി നമുക്ക് അറിയില്ല, അറിയാത്തൊരു വാല്യൂ ആയിരുന്നു, നോട്ട് ഡിഫൈൻഡ് നമ്മൾ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 90 നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? പൈ ബൈ 2 എന്ന് ഡിനോട്ട് ചെയ്യാം. 90 ഡിഗ്രിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? പൈ ബൈ 2 എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ആരായി മാറി? പൈ ബൈ 2 is equal to നോട്ട് ഡിഫൈൻഡ്. അപ്പൊ ഞാൻ വളരെ ഈസി ആയിട്ട് എഴുതി ആൽഫ is equal to പൈ ബൈ 2. അങ്ങനെയാണെങ്കിൽ ആർഗ്യുമെന്റ് ആയ തീറ്റയ്ക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? Z ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. Z ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. Z എവിടെ നിൽക്കുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. Z ഫസ്റ്റ് ക്വാഡ്രന്റിലായതുകൊണ്ട് ആർഗ്യുമെന്റ് ഓഫ് Z is equal to മാറ്റൊന്നും വരുത്താനില്ല. തീറ്റ ആർക്ക് ഈക്വൽ തന്നെയാണ്? ആൽഫയ്ക്ക് ഈക്വൽ തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി മാറി? തീറ്റ ഈക്വൽ ടു നമുക്ക് വളരെ ഈസി ആയിട്ട് പൈ ബൈ 2 ആണെന്ന് കിട്ടി. ഇനി അടുത്തത് പോളാർ ഫോം. ഇതിനെ പോളാർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാം. പോളാർ ഫോം എന്ന് പറഞ്ഞാൽ Z is equal to R into cos theta plus I times sin theta ആയി മാറി. Z equal to R times cos theta plus I into sin theta എന്ന മോഡലായി മാറി. That is Z is equal to R എന്ന് പറഞ്ഞാൽ 1 ആയിരുന്നു, into cos theta എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 പ്ലസ് I into sin പൈ ബൈ 2. ഓക്കെ, ഈ 1 ഇവിടെ നിന്നോട്ടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായി മാറി? ആൻസർ ആയി മാറി. ഈസി അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Z ഈക്വൽ ടു -3 ഇസ് പ്യുവർലി റിയൽ. പ്യുവർലി റിയൽ ആണ്. അപ്പൊ ഞാൻ എഴുതി x ഈക്വൽ ടു -3. ഇതിന് എങ്ങനെ എഴുതട്ടാ? 0 പ്ലസ് I എന്ന് പറഞ്ഞാൽ y ഈക്വൽ ഇമാജിനറി പാർട്ട് 0 ആണ്. ദാറ്റ് ഈസ് ലൈസ് ഇൻ Z എവിടെ നിൽക്കുന്നത്? Z എവിടെ ഉണ്ടാവുക? വളരെ പെട്ടെന്ന് പറഞ്ഞേ. x is equal to എവിടെയാണ്? മൈനസ് y0, y പോസിറ്റീവ്, x ഇവിടെ അല്ലേ. ദാറ്റ് ഈസ് എവിടെയാണ്? ഏത് ക്വാഡ്രന്റാ? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. കുഴപ്പമില്ലല്ലോ, സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. വളരെ പെട്ടെന്ന് ഞാൻ മോഡ് Z കണ്ടെത്തുകയാണ്. ഈക്വൽ ടു R എന്ന് പറഞ്ഞാൽ ഒക്കെ ചോദ്യം ഒരേ ചോദ്യം കേട്ടാ. R is equal to റൂട്ട് ഓഫ് ആരായി മാറി? -3 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു -3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, റൂട്ട് 9 ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി? 3 ആയി. വളരെ പെട്ടെന്ന് നമുക്ക് ആരെ കിട്ടി? R ഈക്വൽ ടു 3 ആണെന്ന് ഉത്തരം കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇനി ആരെ കണ്ടെത്തണം? ആർഗ്യുമെന്റ് കണ്ടെത്തണം. അടുത്ത നമ്മൾ ആർഗ്യുമെന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ എഴുതുകയാണ് tan ആൽഫ is equal to mod y by x. ഓക്കെ അല്ലേ? y 0 ആണ്, y 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായി? tan ആൽഫ is equal to 0 by എക്സിന്റെ വാല്യൂ -3. ഒന്നും നോക്കണ്ട, മുകളിൽ ഫ്രാക്ഷന്റെ മുകളിൽ 0 ആണ്, താഴെ നോട്ട് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയി. ഇത് കംപ്ലീറ്റ് ആരായി? 0. tan ആൽഫ is equal to 0. ഇവിടെ നമുക്കറിയാലോ tan 0 എന്ന് പറഞ്ഞാൽ 0 അല്ലേ. 0 എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി തന്നെ, ഒന്നും മാറ്റൊന്നും വരുത്താനില്ല. ഓക്കെ, റെഡി. അപ്പൊ ഞാൻ എഴുതി tan ആൽഫ is equal to 0. ആൽഫയുടെ വാല്യൂ എന്തായി? 0 ആയി മാറി. ആൽഫ ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ എഴുതി ഈക്വൽ ടു ദാറ്റ് ഈസ് ആർഗ് Z ഈക്വൽ ടു ആരായി? തീറ്റന്റിലാണെന്ന് കൂടി നമുക്ക് ചെക്ക് ചെയ്യണം. ലൈസ് ഇൻ ഏത് ക്വാഡ്രന്റാ? സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ. ഓക്കെ, പോയിന്റ് നിൽക്കുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലല്ലേ. അപ്പൊ ആർഗ് Z is equal to തീറ്റ എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതണം? പൈ മൈനസ് ആൽഫ എന്ന് എഴുതണം. മറന്നു പോരുത് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സ്റ്റെപ്പ് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ പൈ മൈനസ് ആൽഫ എന്നായി മാറി. ആൽഫ എന്ന് പറഞ്ഞാൽ 0 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ഈസ് ഈക്വൽ ടു ആരായി മാറി? പൈ ആയി മാറി. തീറ്റ ഈസ് ഈക്വൽ ടു ആരായി? പൈ ആയി മാറി. റെഡി. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എന്ത് ഫോം ചെയ്യാം? ദാറ്റ് ഈസ് R is equal to നമുക്ക് എന്ത് കിട്ടി? R ഈക്വൽ ടു 3 കിട്ടി. അടുത്തത് തീറ്റ എന്ന് പറയുന്നത് പൈ കിട്ടി. അങ്ങനെയാണെങ്കിൽ പോളാർ ഫോം വളരെ ഈസി ആയിട്ട് ഞാൻ എഴുതി. പോളാർ ഫോം എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് I ടൈംസ് സൈൻ തീറ്റയായി. R എന്ന് പറഞ്ഞാൽ ആരാ വാല്യൂ? 3 ഇൻറ്റു കോസ് പൈ പ്ലസ് I ഇൻറ്റു സൈൻ പൈ എന്ന് കിട്ടി. കുഴപ്പമില്ലല്ലോ, ഈസി അല്ലേ? 2-3 പ്രോബ്ലംസ് ചെയ്തപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ, ഇവിടെ വരുന്ന ഈ ഒരു എഴുത്ത് നമ്മൾ മറക്കാൻ പാടില്ല. ഏത് ക്വാഡ്രന്റ് ആണ് അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ തീറ്റനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ Z is equal to -I. പ്യുവർലി ഇമാജിനറി ആണ്, റിയൽ പാർട്ട് 0 ആണ്. അപ്പൊ ഞാൻ എഴുതി x is equal to 0, y equal to x പോസിറ്റീവ് ആണ്, y നെഗറ്റീവ് ആണ്. അങ്ങനെ ഏതാണ്? ഫോർത്ത് ക്വാഡ്രന്റ്. ഞാൻ വളരെ പെട്ടെന്ന് എഴുതി കേട്ടോ, ഫോർത്ത് ക്വാഡ്രന്റ് ആണ്.
അങ്ങനെയാണെങ്കിൽ മോഡ് z അഥവാ r is equal to ആരാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -1 ഹോൾ സ്ക്വയർ is equal to 1 ആയി. r equal to 1 കിട്ടി, കുഴപ്പമില്ലല്ലോ. r 1 ആയി. ഇനി നമുക്ക് കണ്ടെത്തേണ്ട ആർഗ്യുമെന്റാ. ആർഗ്യുമെന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് tan alpha equal to ആർഗ്യുമെന്റ് കണ്ടെത്താൻ വേണ്ടി tan alpha equal to tan alpha equal to മോഡ് y by x ആയി മാറി. എക്സിനും വൈക്കും എന്താണ്? വൈക്ക് നോട്ട് ഡിഫൈൻഡ് വാല്യൂ ആണുള്ളത്, ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു tan alpha equal to വൈൻ്റെ വാല്യൂ 1 ഡിവൈഡഡ് ബൈ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു നോട്ട് ഡിഫൈൻഡ്. ഇവിടെ വാല്യൂ ഇല്ല, tan നോട്ട് ഡിഫൈൻഡ് ആയി. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത് അതേപോലെ തന്നെയാണ്. ദാറ്റ് ഈസ് tan alpha is equal to നോട്ട് ഡിഫൈൻഡ്, ആൽഫ is equal to ആരായി? പൈ ബൈ 2 ആയി മാറി. ആൽഫ is equal to പൈ ബൈ 2 ആയി. പക്ഷെ പ്രശ്നമുണ്ട്, ഇനി നമ്മൾ എഴുതേണ്ടത് ഏതാണ്? z ലൈസിൻ. z ഏത് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്? ഫോർത്ത് ക്വാഡ്രന്റിലല്ലേ? z ഏത് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്? ഫോർത്ത് ക്വാഡ്രന്റിലാണ് z ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ ഇവിടെ നമ്മൾ മാറ്റം വരുത്തണം. ആർഗ്യുമെന്റ് ആയ തീറ്റ ഈക്വൽ ടു എന്താണ്? മൈനസ് ആൽഫയാണ്. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു ഇവിടെ മൈനസ് കൊടുത്ത് പൈ ബൈ 2 ആയി. റെഡി അല്ലേ? ഫോർത്ത് ക്വാഡ്രന്റിലായതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഈക്വൽ ടു പോളാർ റെപ്രസെന്റേഷൻ, പോളാർ ഫോം. പോളാർ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായി മാറി? z is equal to r into cos theta plus i into sin theta ആയി മാറി. ഈക്വൽ ടു r എന്ന് പറയുന്ന വാല്യൂ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. r എന്ന് പറഞ്ഞാൽ മോഡുലസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയി. r ന്റെ വാല്യൂ 1 into cos ഓഫ് മൈനസ് പൈ ബൈ 2 പ്ലസ് i into ആരായി മാറി? സൈൻ ഓഫ് മൈനസ് പൈ ബൈ 2 ആയി മാറി. കുഴപ്പമില്ലല്ലോ. ഇതാണ് പ്രോബ്ലംസ്.